കരിമുകിൽ കാട്ടിലേ. അപ്പോൾ ഗൈസ്, നമ്മൾ തലശ്ശേരി ടു ഫറൂഖ് സുഹൃത്തുക്കളെ തേടിയുള്ള പെരുന്നാൾ ദിവസത്തെ യാത്രയുടെ 4ാം ഭാഗത്തിലേക്കുള്ള ഒരു അറിയിപ്പ്. ദിസ് ഇസ് ദ 4th ആൻഡ് ഫൈനൽ. ഇതുവരെ 3 ഭാഗവും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്ത് കമൻറ്റുകൾ അയച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. അതുപോലെ ഈ ഒരു 4th പാർട്ടും കൂടി വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ആദാബ്, നമസ്കാർ, സസുറാൻ. സമുദ്രത്തിൽ അങ്ങകലെ ഒരു വലിയ കണ്ണീർ തുള്ളി പോലെ വെള്ളിയാങ്കല്ല് കാണാമായിരുന്നു. അവിടെ അപ്പോഴും ആത്മാവുകൾ തുമ്പികളായി പാറി നടക്കുന്നുണ്ടായിരുന്നു. ആ തുമ്പികളിലൊന്ന് ദാസനായിരുന്നു. നദീനേത്രം പോലെ ഒരു വിശുദ്ധ കുളം. വി ആർ അറ്റ് ആനക്കുളം. ഇവിടെയാണ് വാസ്കോ ഡ ഗാമ കാലുകുത്തിയ കോഴിക്കോട് കാപ്പാട് ബീച്ച്. സഫറോങ്കി ജിന്ദഗി ചോ കബി നഹി ഖത്തം ഹോ ജാതി ഹൈ. നമ്മളെ കോഴിക്കോട്. ദിസ് ഈസ് ദ ചാലി ഏരിയ. ഇതാ പുളിക്കൽ പഞ്ചായത്ത്. ഇവിടുത്തെ അരിയാണ് നമ്മൾ പെറുക്കിയെടുക്കണ്ടേ. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുക്കും. അരിയല്ല, അരിച്ചു പെറുക്കി. അല്ല, അരിയാവുമ്പോഴല്ലേ പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യ് കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. നമ്മൾ ഇഞ്ചിന് തവിട് കൂടി. കരുവിന്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നല്ല മഴയാണ്, എല്ലായിടത്തും മഴയായിരിക്കും. ചാലിയാർപ്പുഴയുടെ കരിന്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ലോങ് ഹർബറിന്റെ കാഴ്ചയാണ്. സൂര്യാസ്തമയത്തോടെടുക്കുന്നു. കാക്കകൾ കൂടണിയാൻ വെമ്പൽ കൊണ്ട് പറക്കുന്നു. പെരുന്നാളിന്റെ വൈകുന്നേരം, സുന്ദരമായ സൂര്യാസ്തമയം. ഗോൾഡൻ സ്കൈസ്, സൺസെറ്റ് feel like a prayer. നല്ല രംഗമുണ്ട് കേട്ടോ. തീരദേശം. ഇവിടുന്ന് ബ്രിഡ്ജ് വരാൻ പോകുന്നുണ്ട്. മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങ് ദൂരെ കണ്ടൽക്കാട്. ഫറൂഖ് മുനിസിപ്പാലിറ്റി കൗൺസിലർ മിസ്റ്റർ അഫ്സൽ ബായിയുടെ വീട്ടിലാണ് നമ്മൾ നാസർ ബായിൻ്റെ കൂടെ ഉള്ളത്. എന്താണ് അഫ്സൽ ബായി പറയാനുള്ളത്? ഇവിടെ എന്താ മാറ്റങ്ങളെല്ലാം വരാൻ പോകുന്നത്? അവിടെ നമുക്ക് ബേപ്പൂരും കരുവന്തിരുത്തിയും ബന്ധപ്പെടുത്തുന്ന ഒരു തീരദേശ ഹൈവേന്റെ പാലം വരും. ഏകദേശം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പാലം. 1 കിലോമീറ്ററിന്റെ മേലെ ലെങ്ത്തുള്ള പാലം. 1 കിലോമീറ്റർ കൂടെ. ഓക്കെ. അത് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ 2ാമത്തെ എക്സ്ട്രാ ഡോസ് പാലം. നമ്മുടെ ആലപ്പുഴയിൽ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞില്ലേ, അതെ അതിന്റെ സിമിലർ കോൺസെപ്റ്റിലാണ്. അതേ കോൺസെപ്റ്റാണ്. ഓക്കെ. ഇവിടുന്നാണ് ഈ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഏരിയ നമ്മളവിടെ മഞ്ഞക്കുറ്റി ഉണ്ടല്ലേ, ആ മഞ്ഞക്കുറ്റിന്റെ അവിടുന്ന് അതിന്റെ അപ്പുറത്ത് 21 മീറ്റർ ഓൾറെഡി ഫണ്ടും കാര്യങ്ങളൊക്കെ പാസ്സായിട്ടുണ്ട്. അക്വസിഷൻ നടപടി നടന്നുകൊണ്ടിരിക്കും. ഓക്കെ. സോ അത് ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇത് ഡിസംബർ ജനുവരിയോടുകൂടി കറക്കലിടും. അല്ലെങ്കിലും ഒരു കേരളത്തിലെ ഡെവലപ്മെന്റ് എല്ലാം വളരെ ഫാസ്റ്റിലാണ് നടക്കുന്നത്. എല്ലാവർക്കും അറിയാലോ. അതെ. 3.0 ലോഡിംഗ് അല്ലേ. അതെ. അത് മാത്രമേ നമ്മൾ വരുമ്പോൾ എല്ലാം ആസ്വദിച്ചിട്ടാ വന്നത്. ആ റോഡെല്ലാം കോഴിക്കോട് ഇങ്ങോട്ടെല്ലാം വരുന്ന ഭാഗത്ത് പറയാനില്ലല്ലോ. അതെ, അനുഭവിച്ചറിയുന്നതല്ലേ. അടിപൊളി വികസനല്ലേ. 9 വർഷം കൊണ്ട് റിയാസ് നമ്മളെ മന്ത്രിയാണ്. അപ്പോൾ അതെ. അല്ല, നമ്മൾ ഏത് പാർട്ടി ആയാലും പിന്നെ നാടിന്റെ വികസനത്തിനാണ് നമുക്ക് മുഖ്യം. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമുക്ക് ഏറ്റവും വേണ്ടത്. മാത്രമല്ല, നമുക്ക് ഇവിടെ ഒരു മിനിസ്റ്ററിന്റെ തന്നെ ഒരു വാക്കിംഗ് പാത്ത് വേ തരുന്നുണ്ട്. ഇവിടുന്ന് 700 മീറ്റർ 70-80 ലക്ഷം റുപ്യന്റെ വർക്ക്. അത് സായങ്കാലങ്ങളിൽ ആളുകൾക്ക് വന്നിരിക്കാനും ഒരു നടപ്പാത, വോക്ക് വേ സിമിലർ നമ്മൾ മുഴപ്പിലങ്ങ. അത് കൺസെപ്റ്റ് ഞാൻ തന്നെ പോയിട്ട് എടുത്ത തലശ്ശേരി. ഞാൻ ഇപ്പൊ ചെയ്തിരുന്നു അതിന്റെ വീഡിയോ. ഞാൻ യൂട്യൂബിൽ അത് മോർ ദാൻ 1 കിലോമീറ്റർ. ഇത് 700 മീറ്റർ ആണ്. ആ തോടുന്ന് അവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട്. ഫുട്പാത്ത് വന്നിട്ട് നേരെ പോയി ഏകദേശം 700 മീറ്റർ അപ്പുറത്തേക്ക് ഈ തീരദേശ റോഡ് സമാന്തരമായി 700 മീറ്റേഴ്സിൽ വരാൻ പോകുന്നത്. ദാറ്റ്സ് അനദർ പ്രൊജക്ട്.
ഓക്കെ. റിയാസ്കന്റെ ഒരു ഇതാണ്. റിയാസ്കനോട് പറഞ്ഞപ്പോൾ റിയാസ്ക് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ പ്രപ്പോസ് ചെയ്തതാണ്? അതെ. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഏതായാലും നല്ല കാര്യം. എല്ലാ ഡെവലപ്മെൻറ്റ് നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച് നാസർ ഭായ്. താങ്ക് യു. I said goodbye to my friends. Night had fallen by the time I reached in memory of E.K. Muhammad Kutti Master bus stop at Chungam. Now I am on the bus heading back to Kozhikode. The Chaliar flows quietly beside me. മറക്കില്ല ഒരിക്കലും. I won't forget Areekode. A bus stop with WhatsApp group written on it. Some places just surprise you. And suddenly you are in the middle of memories. From a distance, the iconic blue board appears. Lulu, a name that now shines bright in Kozhikode skyline, welcoming shoppers, travelers, and stories waiting to unfold. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി. രാത്രി 8:07. And then to Thalassery. The bus is heading to Thalassery. A few are near the steps, ready to get down. The driver honks long, trying to overtake. A heavy vehicle blocks the way. He pulled back. Second try, and he makes it. Crossing through Mahi, a quick fuel stop at the petrol pump, past the civil station, Mayuri Park, and the Mahi police station. Then over the bridge that connects two states, Pondicherry to Kerala. വെട്ടക്ക് കോഴിക്കോട് നിന്ന് വിട്ടു. അങ്ങനെ ഒരു 10:30 മണിക്ക് ഇവിടെ മാഹിപ്പാലത്തി. മയ്യഴിപ്പുഴ, ഒരു രാത്രികാല ദൃശ്യം. Still and silent, like a mirror of memories, the lights shimmer on its surface. Here another journey ends, but the memories ride with me. Some journeys end quietly, but leave behind stories that stay forever. ഇതൊരു ടിപ്പു സുൽത്താൻ്റെ ഗുഹ പോലെയല്ലോ, പോകുന്ന വഴിയില്ലല്ലോ. ഇതാണ് അത്ഭുത കിണർ. നമ്മൾ താമസിക്കുന്നതിന്റെ അടിയിലാണ് കുറച്ച്. അപ്പൊ അവിടെ വെള്ളം കിട്ടൂല. അടിയെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നടന്നു വരുമ്പോൾ അത് മേലെയാണ്. അപ്പൊ ഇതിന്റെ അടിയിലാണ് താമസം എന്ന് പറഞ്ഞാൽ വലിയ ഉയരത്തിലാണുള്ളത്. അതിന്റെ മേലെയാണ് ഇങ്ങനെ ഒരു കിണർ. അപ്പോൾ നേതൃത്വം കൊടുത്തത് വാപ്പയാണ്. ഗ്രേറ്റ് ജോബാണ് ചെയ്തത്. കൈക്കോട്ടും പിക്കാസും മാത്രം ഉപയോഗിച്ചിട്ട് ചെത്തി ചെത്തി എടുത്ത്
മൊത്തം ആദ്യം കിണർ കിണർ കുഴിച്ചു. പിന്നെ അങ്ങനെ കിണർക്കൊരു വയ്യാട്ടുണ്ടാക്കി. ഇത് തേനും പാലും എന്നെല്ലാം പറഞ്ഞ പോലെ ഈ നാടിന് കിട്ടുന്ന നിധിയാണ്. അതിന്റെ പിന്നിൽ എഫേർട്ട് ചെയ്ത നമ്മൾ ബിരിയാണിക്കാർക്കും അവരെ കൂടെ പ്രവർത്തിച്ച ആളുകൾക്കും എല്ലാം ബിഗ് സല്യൂട്ട്. കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി കരിമുകിൽ കാട്ടിലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്ത് ലൈക്കും കമൻറ്റുകൾ അയച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. ആദാബ്, നമസ്കാർ, സസുറാൽ. Thank you very much for watching and subscribing.